ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ആര്യത്ത് എന്നാണ്. ഞാനിവിടെ ക്യാമറൻ ഫോക്സിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, എന്തിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നത്, അതുപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ സാലറി പാക്കേജ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് അറിയോ? എന്തുകൊണ്ടാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കരിയർ ചൂസ് ചെയ്തത്? നിങ്ങൾ ഇതിൽ പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരുണ്ടാവും അല്ലേ? ഇപ്പം ചിലർ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഇപ്പം ബികോമോ അതുപോലെ ഏതെങ്കിലും വേറെ അതർ ഡിഗ്രീസ് ഒക്കെ കഴിഞ്ഞവരും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ ഒരു ഐ ടി ഫീൽഡിൽ നിങ്ങൾക്കൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പം എൻ്റെ ഈ ഒരു സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു ബോട്ടിലിൻ്റെ പിക്കാണ് അല്ലേ? അപ്പം നമ്മളൊരു കടയിൽ പോയി ഒരു ബോട്ടിൽ മേടിക്കുകയാണെന്ന് വെച്ചു. അപ്പം നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും ആ ഒരു ബോട്ടിൽ സെലക്ട് ചെയ്യുക? നമ്മൾ അതിൻ്റെ കളർ നോക്കും, മെറ്റീരിയൽ എന്താണെന്ന് നോക്കും അല്ലേ? ഇപ്പം മെറ്റീരിയൽ ആണെങ്കിൽ ചിലത് ഗ്ലാസ് കാണും, അല്ലെങ്കിൽ സ്റ്റീല് കാണും, പിന്നെന്താ പ്ലാസ്റ്റിക് കാണും അല്ലേ? അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയൽ കാണും. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്താണോ നമുക്ക് വേണ്ട അതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ മേടിക്കുക. ഇപ്പം അല്ലെങ്കിൽ ചിലർക്ക് ഇന്ന കളറിലുള്ളത് വേണമെന്നുണ്ടായിരിക്കും. പിന്നെന്താ നമ്മൾ അതിൻ്റെ ക്യാപ്പ് കറക്റ്റ് ഫിറ്റ് ആണോ എന്ന് നോക്കും. അതുപോലെ തന്നെ ലീക്കേജ് ഉണ്ടോ, ഹോട്ട് വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടായിരിക്കും അല്ലേ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അത് ആ പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ ആ പ്രോഡക്റ്റ് മേടിക്കുക. അതുപോലെ തന്നെയാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്, നമ്മുടെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ? നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുന്ന കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുക. നിങ്ങൾ ഡെയിലി ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ വാട്സപ്പ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്നത് എന്താ? ഓരോ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പം ഞാൻ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം വേണമെങ്കിൽ പറയും അല്ലേ, ഇന്നതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, ആപ്ലിക്കേഷൻസ്, അതെല്ലാം എന്താ ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഡെവലപ്പേഴ്സ് ആയിരിക്കും നമ്മൾ ഇതേപോലെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പം ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ, അതിൻ്റെ എല്ലാ ഫങ്ഷണാലിറ്റീസും വർക്കാണോ, അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റും അതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് വാലിഡേറ്റിംഗ് ഡസ് ദ ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ ഈസ് വർക്കിംഗ് ആസ് പെർ ദ എൻഡ് യൂസർ റിക്വയർമെൻറ്റ് ഓർ നോട്ട്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ റിക്വയർമെൻറ്റും നമ്മുടെ ആ സോഫ്റ്റ്വെയറിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ കസ്റ്റമർ പറഞ്ഞതുപോലെ തന്നെയാണോ ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു ചെക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുക. ഇപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെയിൻലി 2 ടൈപ്പാണുള്ളത്. മാനുവൽ ടെസ്റ്റിങ്ങും ഉണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും ഉണ്ട്. മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ഹ്യൂമൻ ടെസ്റ്റേഴ്സ് ഇരുന്ന് മാനുവലി ഓരോന്നും വർക്കിംഗ് ആണോ അല്ലയോ എന്ന് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മൾ മാനുവൽ ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. അത് നമ്മൾ ടെസ്റ്റ് കേസ് ഒക്കെ എഴുതി എക്സൽ ഷീറ്റിലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഇനി കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ചെയ്ത് നോക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ ഇനി ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമേഷൻ ടൂൾസും സ്ക്രിപ്റ്റും യൂസ് ചെയ്തിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുക. അപ്പം ഈ സെലീനിയം എന്ന് പറയുന്ന ഒരു ടൂളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സെലീനിയം വിത്ത് ജാവയാണ് നമ്മൾ പഠിക്കുക. നമ്മുടെ സിലബസിൽ കവർ ചെയ്യുന്നത് മാനുവൽ ടെസ്റ്റിങ്, അതുപോലെ തന്നെ HTML, CSS, SQL അതിൻ്റെയൊക്കെ ബേസിക്സ് ആണ്. നമുക്ക് ഡെവലപ്പേഴ്സിൻ്റെ അത്രയും ഡീപ്പായിട്ടൊന്നും HTML, CSS ഒന്നും പഠിക്കാനില്ല. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, പിന്നെ ജാവയുടെ ബേസിക്സ്, പിന്നെ സെലീനിയം, അതുപോലെ തന്നെ വെബ് ഡ്രൈവർ, അതിൽ കുറേ പ്രോഗ്രാമാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൂൾസ്, ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ടൂൾസിൽ നമ്മൾ സെലീനിയം,
ജെമീറ്റർ, പോസ്റ്റ്മാൻ, ജിറ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ജിറ എന്ന് പറയുമ്പോൾ ഒരു ബഗ് ട്രാക്കിംഗ് ടൂളാണ്. ഇത്രയാണ് നമ്മൾ സിലബസിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ടെസ്റ്റിംഗ് 2 ടൈപ്പാണുള്ളതെന്ന്. മാനുവൽ ടെസ്റ്റിങ്ങും ഉണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും ഉണ്ട്. മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് എടുത്ത് മാനുവലി അതിൻ്റെ ഫങ്ഷണാലിറ്റീസ്, അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ, നോൺ ഫങ്ഷണൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് ജെമീറ്റർ എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഫങ്ഷണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാനിവിടെ ഒരു ആമസോണിൻ്റെ വെബ്സൈറ്റ് എക്സാമ്പിളായിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു എൻഡ് യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും നമ്മളെപ്പോഴും ഇത് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ആമസോണിൻ്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഫസ്റ്റ് കറക്റ്റായിട്ട് ആ ലിങ്ക് കൊടുക്കുമ്പോൾ അത് ഓപ്പൺ ആയി വരുന്നുണ്ടോ, ഞാൻ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലോഗിൻ ആവുന്നുണ്ടോ, അതുപോലെ ഞാനിപ്പോൾ ഈ സെർച്ച് ബാറിൽ പോയി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുവാണെന്ന് വെച്ചോ, ഞാനൊരു ഡ്രസ്സ് അല്ലെ ഒരു കുർത്തി ഞാൻ സെർച്ച് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് അത് ഡിസ്പ്ലേ ആവുന്നുണ്ടോ, എനിക്കതിൻ്റെ എല്ലാം ഞാൻ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ പ്രൈസ് വൈസ് അല്ലെങ്കിൽ എന്താ കളർ വൈസോ അങ്ങനെ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ, ഇപ്പോൾ ഒരു മൊബൈലാണെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് വൈസ് മോഡൽ വൈസ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇനിയിപ്പോൾ അതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കാർട്ടിലേക്ക് ആഡ് ആവുന്നുണ്ടോ, കാർട്ടിൽ നിന്ന് എനിക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആയിരിക്കും നമ്മളത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരെണ്ണം ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാർട്ടിലേക്ക് കറക്റ്റായിട്ട് ആഡ് ആവുന്നുണ്ടോ, കാർട്ടിൽ നിന്ന് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ നമ്മൾ ഇതിൽ കാണുന്ന ഓരോ ലിങ്കുകളും എന്താ ടെക്സ്റ്റുകളും ഇതിലുള്ള ഓരോന്നും നമ്മൾ ക്ലിക്ക് ചെയ്ത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യും നമ്മൾ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. അതിനെ പലതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും വർക്കിംഗ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ ചെയ്യുക. ഇനി നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആമസോണിലൊക്കെ തന്നെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഈ എന്താ സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ഡേയ്സിൽ ആമസോൺ എടുത്ത് നമ്മളൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു സ്പീഡിലോ കാര്യത്തിലോ ഒന്നും ആയിരിക്കില്ല നമ്മളൊരു ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ സൈറ്റ് പോയി എന്താ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുക. നമ്മളൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും അല്ലേ. അത് അതുപോലെ തന്നെ അത് കാർട്ടിലേക്ക് ആഡ് ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ലോഡായി വരാനൊക്കെ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം എന്താ നമ്പർ ഓഫ് യൂസേഴ്സ് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന യൂസേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പം അതാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു ഡേയ്സിനും അല്ലാതെ എന്താ ഇതേപോലെ യൂസേഴ്സിന്റെ കൗണ്ട് കൂടുമ്പോഴും ആ ആപ്ലിക്കേഷൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിന്റെ റെസ്പോൺസ് ടൈം, അതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു എന്താ ആമസോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എനിക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ എന്താ എനിക്ക് ആ ഒരു വെബ്സൈറ്റ് ആയിട്ട് കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെയുള്ള പല ടെസ്റ്റുകളും ചെയ്യും, എല്ലാം ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മളത് പബ്ലിക്കിനായിട്ട് റിലീസ് ചെയ്യുക. അപ്പം നമുക്ക് ആ പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ ആവുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതിന്റെ പെർഫോമൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്താ സൈറ്റൊക്കെ റിലീസ് ചെയ്യുക, പബ്ലിക്കിനായിട്ട് നമ്മൾ അത് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പം ഫങ്ഷണൽ നോൺ ഫങ്ഷണലൊക്കെ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ മാനുവൽ ടെസ്റ്റിങ്ങിൽ പഠിക്കുന്നത് ഇതേപോലെ ആദ്യം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിള്, പിന്നെ അതിൽ വരുന്ന മോഡൽസ്, പിന്നെ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിള്, ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ്, ബഗ് എന്താണ്, അതുപോലെ എന്താ ബഗ് ലൈഫ് സൈക്കിള്, അതുപോലെ ടെസ്റ്റ് കേസ് നമ്മൾ എങ്ങനെയാണ് ഒരു സൈറ്റ് മാനുവലി ചെക്ക് ചെയ്യുന്നത്, അതിന്റെ ടെസ്റ്റ് കേസ്, ഡോക്യുമെന്റേഷൻ, ബഗ് റിപ്പോർട്ടിങ്, ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ കുറേ തിയറീസ് ഉണ്ട്. നമുക്ക് മാനുവൽ ടെസ്റ്റിങ്ങിൽ കൂടുതലും ഫസ്റ്റ് നമുക്ക് കുറേ തിയറീസ് ആണ് പഠിക്കാനുള്ളത്. ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് കോഡിങ് വരും. അപ്പം അതർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാനുവൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് അന്നെന്നുള്ളത് അന്നു തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴാണ് കുറച്ച് കോഡിങ് വരുന്നത്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് അതർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടണം. നിങ്ങൾ ചിലപ്പോൾ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ടേംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. അപ്പം നിങ്ങൾ എക്സ്ട്രാ റെഫർ ചെയ്ത് ഞാൻ പറയുന്നത് കൂടാതെ കുറേ റിയൽ ടൈംസ് എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് എളുപ്പത്തിൽ ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും.
അപ്പൊ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ പാത്ത് എങ്ങനെയാന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മളൊരു ഫ്രഷർ ലെവലിൽ കയറുമ്പോൾ നമ്മൾ QA അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലായിരിക്കും നമ്മൾ കയറുക. അപ്പോൾ അതിലൊരു 1.5 to 3 lakh ആയിരിക്കും നിങ്ങളുടെ സാലറി പാക്കേജ് വരിക. പിന്നെ ഒരു 2 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ സീനിയർ QA അനലിസ്റ്റ് എന്നുള്ള പോസ്റ്റിൽ വരും. 5 to 9 ഒക്കെ നിങ്ങൾക്ക് സാലറി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് മാനേജർ, അത് കഴിഞ്ഞ് പ്രൊജക്ട് ഹെഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല കരിയർ ഗ്രോത്ത് ഉള്ള ഒരു എന്താ ഒരു ഫീൽഡും കൂടിയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും.